ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിൽ. ശരിയായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ച വാർത്ത ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വരികയുണ്ടായി. അപ്പോൾ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ പ്രതികാര മനോഭാവത്തോടെ സ്വീകരിക്കുന്ന നിലപാടുകൾ സംബന്ധിച്ചുള്ള പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. അത് അംഗീകരിക്കുന്ന നിലപാടാണ് സുപ്രീം കോടതി ഇന്ന് ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആശങ്കകൾ പരിഹരിക്കാൻ പ്രത്യേക സംവിധാനം വേണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളെല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഗൂഢ ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ വേട്ടയാടുന്നില്ല എന്ന് സുപ്രീം കോടതി ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ വേട്ടയാടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഗൂഢ ഉദ്ദേശത്തോടുകൂടിയുള്ള വേട്ടയാടൽ എന്ന കാര്യം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അതുണ്ടാവരുത് എന്ന് സുപ്രീം കോടതി പറയുന്നത്. കേന്ദ്ര ഏജൻസികൾ ഇത്തരം അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനവും കൂടി കണക്കിലെടുത്ത് അനുയോജ്യമായ ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും അതിന് ബന്ധപ്പെട്ട കക്ഷികളുമായി ചർച്ച ചെയ്ത് ശുപാർശ നൽകണമെന്നും കോടതി നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ വളരെ ഫലപ്രദമായ ഒരു ഇടപെടലാണ് ഈ കേന്ദ്ര ഏജൻസികളുടെ ഇത്തരം ഗൂഢ ഉദ്ദേശത്തോടുകൂടിയുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സംബന്ധിച്ചും ഇപ്പോഴും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ചർച്ച ചെയ്ത് ശുപാർശകൾ നൽകണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. മിക്ക സംസ്ഥാനങ്ങളിലും EDയും സംസ്ഥാന സർക്കാരും തമ്മിൽ പോര് രൂക്ഷമായിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം ന്യായമായും സുതാര്യമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കാനും ദേശീയ തലത്തിൽ മാർഗനിർദ്ദേശം തയ്യാറാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ പത്രത്തിൽ കുറേ വാർത്തകൾ വന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ട് വരാത്തതുകൊണ്ട് അതുകൂടി വ്യക്തമാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികാര നടപടികളും വേട്ടയാടലും പാടില്ലെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്ത് തെറ്റായ രീതിയിൽ ഇടപെടുന്ന പ്രശ്നം രാഷ്ട്രീയ പ്രേരിതമായ നിലപാടാണെന്ന് നമ്മൾ മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചത് സുപ്രീം കോടതിക്ക് വരെ അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴേറ്റവും അവസാനത്തെ കാര്യം എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാനാവുക. ഇപ്പോൾ കേരളത്തിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുകൾ സംബന്ധിച്ച് മുന്നോട്ട് വെച്ച നമ്മുടെ നിലപാടുകളും കാഴ്ചപ്പാടുകളും ശരിവെക്കുന്ന സമീപനമാണ് ഇപ്പോഴും ഇതിലൂടെ വ്യക്തമാക്കപ്പെട്ടത്. മൂന്നാമത്തെ കാര്യം ഗവർണറുടെ നിലപാടാണ്. ഗവർണർ കുറെ കാലമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഭരണഘടനാപരമായ അദ്ദേഹത്തിന്റെ സ്ഥാനം അതിനെ പൊരുത്തപ്പെടുന്ന രീതിയിലല്ല എന്ന് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കെതിരായിട്ട് ജനങ്ങളെ അണിനിരത്തിയിട്ടുള്ള സമരങ്ങൾ വരെ സംഘടിപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ഗവർണറുടെ നിലപാട് സംബന്ധിച്ച് കേസ് തന്നെ നിലവിലുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം ഗവർണറുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാൻ. നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ നടത്തുകയുണ്ടായി എന്നുള്ളതാണ് സത്യം. കാരണം ഭരണഘടനാപരമായി പ്രസംഗം നിയമസഭയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം ആ രീതിയിൽ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വ്യാഖ്യാനം. അതൊരു സാങ്കേതികമായ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഗവർണർമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സാങ്കേതികമായ ഭരണഘടനാ ബാധ്യത അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. എന്നാൽ ഒരു ഗവർണർ എന്ന നിലയിൽ അവിടെ പൊതുവിൽ പെരുമാറേണ്ട രീതിയിലല്ല അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. ഗവർണർ പദവിയുടെ അന്തസ്സിന് യോജിക്കാത്ത രീതിയായിരുന്നു അത് എന്ന്
കേരളത്തിലെ മാത്രമല്ല ഈ കാര്യം മനസ്സിലാക്കുന്ന എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അപ്പോൾ നിലവുറ്റ പെരുമാറ്റമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ഗവർണർക്കെതിരായിട്ടുള്ള വിമർശനത്തിൻ്റെ ഒപ്പം ഇതും കൂടി ചേർത്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ബാബറി മസ്ജിദിൻ്റെ തകർച്ചയും തുടർന്ന് കോടതിയും വ്യവഹാരങ്ങളും വിധിയും എല്ലാം അടിസ്ഥാനപ്പെടുത്തി ആ സ്ഥലത്ത് പണിത ശ്രീരാമക്ഷേത്ര ഉദ്ഘാടന പ്രശ്നം യഥാർത്ഥത്തിൽ അതിനുശേഷം ഇന്ത്യയിൽ 7 സംസ്ഥാനങ്ങളിൽ വലിയ കലാപം തന്നെ നടക്കുകയുണ്ടായി. അതിൻ്റെ വാർത്തകളാണ് പുറത്ത് വന്നിട്ടുള്ളത്. 7 സംസ്ഥാനം എന്ന് പറയുമ്പോൾ അതിൽ UP ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ഗുജറാത്ത് ഉണ്ട്. ഇതെല്ലാം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അതിനു പുറമെ ഡൽഹി, കർണാടക, തെലുങ്കാന, ഈ 7 സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള കലാപങ്ങളുമാണ് നടന്നിട്ടുള്ളത്. മുസ്ലിം ജനങ്ങൾക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള അതിക്രമം നടക്കുകയാണ്. മഹാരാഷ്ട്രയിൽ ബുൾഡോസർ തന്നെ വെച്ച് വീടുകൾ പൊളിക്കുകയാണ്. പള്ളിക്കുമേലെ അവകാശം സ്ഥാപിച്ചുകൊണ്ടുള്ള സംഘപരിവാർ വിഭാഗത്തിൻ്റെ പതാക ഉയർത്തുന്നു. കുരിശിൻ്റെ മേലെ പതാക ഉയർത്തുന്നു മധ്യപ്രദേശ് ഉൾപ്പെടെ. ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ 7 സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വലിയ കടന്നാക്രമം ഇതിൻ്റെ മറവിൽ നടന്നു വരുന്നു എന്നാണ് വാർത്താമാധ്യമങ്ങൾ ഇന്ന് പുറത്തു കൊണ്ടുവന്ന വിവരം. ഇത് 2024 നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ വർഗീയമായ ധ്രുവീകരണത്തിന് ഉതകുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ട് രാമക്ഷേത്ര ഉദ്ഘാടന തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഭരണവർഗത്തിൻ്റെ പ്രവർത്തനമാണ് എന്ന് കാണാനും നമുക്ക് സാധിക്കും. സാഹിത്യ കലാ സാംസ്കാരിക മേഖലയിൽ വളരെ ബോധപൂർവവും ആസൂത്രിതവുമായ ചില ന്യൂ മീഡിയ രംഗം പ്രത്യേകിച്ച് വലിയ അതിക്രമങ്ങൾ നമ്മുടെ നല്ല കേരളത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചിലർക്ക് നേരെ, സൂരജ് സന്തോഷ്, പ്രസീത ചാലക്കുടി തുടങ്ങിയിട്ടുള്ളവർക്ക് നേരെ സൈബർ ആക്രമണം നടക്കുന്നു എന്നുള്ള വിവരം ഇതിനകം തന്നെ സജീവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. സംഘപരിവാറിൻ്റെ വിമർശകനായാൽ വിമർശനത്തിന് വിധേയപ്പെടുത്തുന്ന എന്തെങ്കിലും നിലപാടുകൾ മുന്നോട്ടേക്ക് വെച്ചാൽ അവരെ ആക്രമിക്കുക, അവരെ ഇല്ലാതാക്കുക എന്നുള്ള നിലപാടാണ് അസഹിഷ്ണുതയോടുകൂടി ഈ വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫേക്ക് ഉൾപ്പെടെ ചേർത്തിട്ടാണ്. ഓരോരുത്തരുടെയും പേര് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാക്കുക ഫേക്ക് ID ഉപയോഗിച്ചുകൊണ്ടാണ്, 100 കണക്കിന്. അതൊരു അജണ്ടയാക്കി മാറ്റിയിരിക്കുകയാണ് സംഘപരിവാർ വിഭാഗം. വലതുപക്ഷ ശക്തികൾ എന്ന കാര്യം കൂടി നമ്മൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ശ്രദ്ധിച്ചു പോകേണ്ടതുണ്ട്. അതാണ് ഈ സംബന്ധിച്ച് പൊതുവായിട്ട് പറയാനുള്ളത്. അല്ല, അത്രയും അതിനെക്കാട്ടും വലിയ ഷാർപ്പല്ല ഞാൻ പറഞ്ഞതിപ്പം. ഞാൻ പറഞ്ഞിട്ട് കേട്ടത്, ഞാൻ പറഞ്ഞപ്പോൾ കേട്ടത് എന്താ, നിലവിട്ട നിലപാടാണെന്നാണ് പറഞ്ഞത്. അതിനപ്പുറം എന്താ ഇനി വിമർശിക്കേണ്ടത് പറഞ്ഞാൽ ഞാൻ ആ പദം കൂടി ഉപയോഗിക്കാം. എന്നാ വേണ്ട. അല്ല, പ്രസംഗം വായിച്ചു നോക്കിയില്ല. പ്രസംഗം വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവസാനം പ്രധാന അല്ല, നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറെ വിമർശിക്കാനല്ലല്ലോ നമ്മൾ ഉപയോഗിക്കേണ്ടത്. കേന്ദ്രത്തെയും വിമർശിച്ചിട്ടുണ്ട്. അത് വായിക്കാനിട്ടാണ്. അത് നിങ്ങൾ ഈ ഇന്നത്തെ പത്രത്തിൽ, ചില പത്രത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് അതിപ്പം ഗവർണർ വായിച്ച അവസാനത്തെ ഒറ്റ പേരയിൽ ഉൾച്ചേർന്നിരിക്കുന്ന വിമർശനാത്മകമായിട്ടുള്ള നിലപാട് ആർക്കും കൃത്യമായിട്ട് മനസ്സിലാവും. അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കേന്ദ്രത്തിനെ വിമർശിച്ചിട്ടുണ്ട്. ഉണ്ട്. ഗവർണർ ഭരണസമ്പന്നമാണ്, ഗവർണറുടെ ബാക്കി നടപടികൾ മുഖ്യമന്ത്രി
ഗവർണറെ വിമർശിക്കാനുള്ള ഒരു രേഖയല്ലത്. അതുപോലെ വിമർശനം നമ്മൾ നടത്തുന്നുണ്ട്. ഇത് ഒത്തുതീർപ്പിനൊന്നും ആരായിട്ട് ഒത്തുതീർപ്പാക്കണ്ടേ? വെറുതെ ഇങ്ങനെ ഓരോ പദം ഉപയോഗിക്കുകയാണ്. ആരായിട്ട് ഒത്തുതീർപ്പുണ്ടതാ ഉണ്ടാക്കണ്ടേ? ഗവർണറായിട്ടോ? അതാ ഞാൻ പറഞ്ഞത്, ഗവർണറായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കാനാ? അദ്ദേഹം എന്തിനാ വായിക്കാതിരുന്നത്? അദ്ദേഹത്തോട് ചോദിക്കേണ്ടതാണ്. നന്നായിട്ട് പറഞ്ഞു തരും എന്തിനാ വായിക്കാതിരുന്നതെന്ന്. വായിക്കില്ലല്ലോ. മൈക്കിലൊന്നുമല്ല, അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതെ, നയം തന്നെയാണ്. ആ നയെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് ആ രേഖയിൽ. ആ രേഖയിൽ വായിച്ചു നോക്കണം. ആദ്യം മുതൽ അവസാനം വരെ വായിക്കണം. എല്ലാ ഖണ്ഡികയും എടുത്ത് വായിക്കണം. അങ്ങനെയെല്ലാം നിങ്ങൾ വായിച്ചില്ല. നിങ്ങളിപ്പോ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആരോ പറയുന്നത് കേൾക്കുക, ഉടനെ തന്നെ ഇങ്ങോട്ട് ചോദിക്കുക. നിങ്ങളതിന്റെ അതിന്റെ മുഴുവൻ ഖണ്ഡികയും വായിച്ചോ? ആയിപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് അസംബ്ലിയിൽ നിന്നല്ലേ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് പറയുന്നത് കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് അതിലൊന്നും തർക്കമില്ല. ഞങ്ങൾ അതിൽ ഉൾച്ചേർക്കേണ്ടുന്ന എല്ലാ വിമർശനാത്മകമായ നിലപാടുകളും, എല്ലാ ക്രിയാത്മകമായ നിലപാടുകളും, എല്ലാ പ്രപ്പോസലുകളും, ഇനി അങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകേണ്ടുന്നതിന് വേണ്ടി മുന്നോട്ടേക്ക് വെക്കേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും ഉൾച്ചേർത്തിട്ടുള്ള ഒരു ബൃഹത്തായ എന്നാൽ വളരെ ശക്തമത്തായ ഒരു ആശയ ഉൾക്കൊള്ളലാണ് ഈ നയപ്രഖ്യാപന രേഖയിൽ ചേർത്തിട്ടുള്ളത്. അങ്ങനെയല്ല എന്ന് പറയുന്നത് ഒന്നും ശരിയല്ല. ഒന്നുകൂടി വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത്രയേ നിങ്ങളോട് പറയാൻ. അയാൾക്ക് ആരോഗ്യ പ്രശ്നമില്ലാതെ വ്യക്തമായില്ല. അതുകൊണ്ടല്ലേ ഞാൻ ആരോഗ്യ പ്രശ്നമില്ലാതെ വ്യക്തമായില്ല. ഇന്നിപ്പം പ്രസംഗിച്ചല്ലോ നന്നായിട്ട്. ഇന്നത്തെ ഗവർണറുടെ പ്രസംഗത്തോടു കൂടി മനസ്സിലായി ആരോഗ്യ പ്രശ്നമില്ലാതെ. ആദ്യം വിചാരിച്ചത് ആ കാര്യം പറയാൻ കഴിയാതെ കൊണ്ടാകുന്നതാണ്. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ പറയാനെല്ലാം കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാര്യം. അതിന്റെ ഞാനൊന്നും കൂടി വായിക്കാതെ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയാം. എന്നാൽ ഗവർണർ എന്ന നിലയിൽ അവിടെ പൊതുവിൽ പെരുമാറേണ്ട രീതിയിലല്ല അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. ഗവർണർ പദവിയുടെ അന്തസ്സിന് യോജിക്കാത്ത രീതിയായിരുന്നു അത്. നിലവെട്ട പെരുമാറ്റമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഇത്രയും പാർട്ടി വളരെ ഷാർപ്പാണ്. സർക്കാരും ഷാർപ്പ് തന്നെയാണ്. ഈ ഷാർപ്പ് നിങ്ങൾ ചീത്ത പറയല. ഷാർപ്പ് എന്നാൽ നല്ല ശക്തിയായ രീതി തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം വായിക്കുന്നില്ല എന്ന് പറഞ്ഞ വായിക്കാതെ വിട്ടതിനേക്കാളും വളരെ ഷാർപ്പായിരുന്നു അദ്ദേഹം വായിച്ച ഭാഗം. അത് കൃത്യമായിട്ട് അവർ അപകീർത്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരി, അത് വിടാൻ നോക്കുക. അത് വലിയ കാര്യമുള്ള കാര്യമില്ല. ഞങ്ങൾ ഇതാ നമ്മുടെ നിലപാട്, പാർട്ടി നിലപാട്. പിന്നെ ആരും നിലപാടൊന്നും ഇപ്പോൾ ചോദിക്കണ്ട. ഇതാ പാർട്ടിയുടെ നിലപാട്. ഞാൻ നല്ല വിമർശനമാണ് പാർട്ടി മുന്നോട്ടേക്ക് വെക്കുന്നത്. യെസ്, സർക്കാരിന്റെ നിലപാടും ശക്തിയായി. എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം നിലവിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് അതുകൊണ്ടല്ലേ. അത് അത്രയല്ലേ പറയണ്ടു. ഇങ്ങനെ ഇരുന്നാലും അദ്ദേഹം മിണ്ടാനും ഒന്നും തയ്യാറാവുന്നില്ല. അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ നിലവിട്ട രീതിയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നോക്കാം, നമുക്ക് പ്രത്യക്ഷ വേറെന്തെല്ലാം പണിയുണ്ട്. അതുകൊണ്ട് പ്രത്യക്ഷ സമരത്തിന് ഇപ്പോൾ അതെല്ലാം പുറപ്പെടുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള പ്രശ്നത്തിന് മേലെ പ്രത്യക്ഷ നടത്തി പോവില്ലേ. അതും കൂടി കഴിഞ്ഞ് വന്നിട്ടാകുമ്പോൾ നോക്കാം കൊണ്ട് പ്രത്യക്ഷം വേണമെന്ന്. വരട്ടെ, ആയിട്ടില്ല. എല്ലാവരോടും ക്ഷണിച്ചിട്ടുണ്ട്. മിക്കവാറും വരും തന്നെയാണ് കാണുന്നത്. മമതാ ബാനർജിനെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ കാണില്ല. ആരെ? അയ്യോ, പ്രതിപക്ഷത്തോട് നമ്മൾ ചർച്ച ചെയ്തതല്ലേ വരാൻ. അവര് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലോ കേന്ദ്രം എടുക്കുന്ന നിലപാടുകൾക്കെതിരായ സമരങ്ങളിലോ വരാൻ തയ്യാറില്ലല്ലോ. രണ്ടിലുമില്ല. ഒരു വികസനവും കേരളത്തിൽ നടത്താൻ പാടില്ല എന്ന് ലോകത്ത് ആദ്യം പറയുന്ന ഒരേ ഒരു പ്രതിപക്ഷവും നേതാവുമാണ് ഈ കോൺഗ്രസും അതുപോലെ തന്നെ VD സതീശൻ. ഒരു വികസനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇങ്ങനെ രാഷ്ട്രീയ തീരുമാനമെടുത്ത ഒരു പാർട്ടിയും ലോകത്തുണ്ടാവില്ല പ്രതിപക്ഷം ഈ. ഏത് അജണ്ടയൊന്നും തീരുമാനിച്ചു. അതെല്ലാം സെൻട്രൽ കമ്മിറ്റി തീരുമാനിക്കേണ്ടി. പൊതുവായിട്ട് സാർവദേശീയ ദേശീയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് വളരെ ഗൗരവപൂർണമായ പരിശോധന ഉണ്ടാവും. പ്രതിപക്ഷ ഐക്യത്തിന് വേണ്ടി നിലകൊള്ളില്ലേ ഞങ്ങൾ. അതിന് വേറെ പ്രശ്നം വന്നിരിക്കുന്നു. ഇന്ത്യയിൽ BJPയെ തോൽപ്പിക്കുന്നതിന് ഓരോ സംസ്ഥാനത്തെയും ഓരോ യൂണിറ്റായി എടുത്ത്
63% BJP വിരുദ്ധ വോട്ടുള്ള ഈ രാജ്യത്ത് 37% മാത്രം വോട്ടുള്ള BJPയെ ഓരോ മണ്ഡലത്തിൻ്റെയും ചിത്രം പരിശോധിച്ച് ഒരു മണ്ഡലത്തിലും സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള കാര്യം നോക്കാതെ BJP വിരുദ്ധ വോട്ട് ചോർന്നു പോകാതെ ഛിന്ന ഭിന്നമാവാതെ അവിടെ തോൽപ്പിക്കാനുള്ള നിലപാട് സ്വീകരിക്കണം എന്നാണ് CPIM-ന്റെ നിലപാട്. അതുകൊണ്ട് അതിവിശാലമായ ഒരു പ്രസ്ഥാനം രൂപപ്പെട്ട് വരണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അല്ല, അതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ ഓരോന്നിനെ സംബന്ധിച്ച് വ്യക്തതയുണ്ട്. ആരൊക്കെയാണ് ഇത് നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളത് നോക്കിയിട്ടല്ല നിലപാട് സ്വീകരിക്കേണ്ടത്. BJPയെ തോൽപ്പിക്കാനുള്ള നിലപാട് ആര് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അവരെയാണ് ചേർത്ത് മുമ്പോട്ടേക്ക് പോകേണ്ടത്. അവരെ ചേർത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നല്ല കൂട്ടായ പ്രവർത്തനം നടത്തണം. അതുകൊണ്ട് ആരെയും പുറത്തേക്ക് വിടുകയല്ല വേണ്ടേ, എല്ലാവരെയും ഉൾച്ചേർത്ത് നിർത്തുക വേണ്ടേ, BJP വിരുദ്ധരെ മുഴുവൻ യോജിപ്പിച്ച് നിർത്തുക വേണ്ടേ. അതിനുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിൽ കേരള അതെ അങ്ങനെ തന്നെ പോകും. കേരള ഹൗസിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാർച്ച് ചെയ്യും. അതെ, പ്രതിപക്ഷ നേതാവിനൊന്നും പറയുന്നതിന് ഒരു അടിസ്ഥാനമില്ല. എന്തും പറയുന്ന നിലയിലേക്ക് വന്നിരിക്കുകയാണ്. ആ കനുകൂല് പറഞ്ഞു കൊടുത്തത് ഇതെല്ലാം അയാൾ പോയി തോന്നുന്നുണ്ട്. പോയാലും ആ പ്രേതം അവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തോന്നുന്നതെല്ലാം വിളിച്ചു പറയുക പ്രതിപക്ഷ നേതാവ്. എന്ത് പറയാനാ പറയാ? ഞാൻ അതുകൊണ്ടാണ് ഇന്ന് വിശദീകരിച്ച് പറഞ്ഞത് സമരാണെന്ന്. അല്ലാണ്ട് അവിടെ നിന്ന് പേടിച്ചിട്ട് മറ്റെങ്കിലും ഓടി വരുമല്ലായിരിക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഡൽഹി സമരം അതിൽ പങ്കാളിത്തം വിപുലമാക്കും. മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ പിന്തുണ മുഖ്യമന്ത്രി തേടിയിരുന്നു. അനുകൂല പ്രതികരണമാണ് ഇതുവരെ ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം ഡൽഹിയിലേത് സമരം തന്നെയാണ്, സമ്മേളനം എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞു. മറ്റൊന്ന്, ഗവർണറുടെ നിലപാട് സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് സംസ്ഥാനത്തിന് പൊരുത്തപ്പെടാത്ത നിലപാടിലേക്ക് ഗവർണർ പോകുന്നു. സാങ്കേതികമായ രീതിയിലാണ് ഗവർണർ നയപ്രഖ്യാപനം നടത്തിയത്. പൊതുവിൽ ഗവർണർ പെരുമാറിയത് ശരിയായില്ല. പദവിയുടെ അന്തസ്സിന് യോജിച്ച രീതിയിലല്ല അദ്ദേഹത്തിന്റെ പെരുമാറ്റം. നിലവിട്ട പെരുമാറ്റം പലതവണയായി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്നാലെ വലിയ ന്യൂനപക്ഷ ആക്രമണം രാജ്യത്തുണ്ടാകുന്നു അതിന്റെ മറവിൽ എന്നുള്ളതായിരുന്നു. മറ്റൊന്ന്, സംഘപരിവാറിന്റെ വിമർശകരാകുന്നവരെ ഇല്ലാതാക്കുക എന്ന നിലപാട് ഇപ്പോൾ ഉണ്ടാകുന്നു. അത് അത്യന്തം സമ്മതിക്കാനാകാത്തതാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അല്പസമയം മുമ്പാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.